സ്ത്രീകൾ ഇവിടെ ഉണ്ട്, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. നിവേദിത മേഡം പറയാം പെട്ടെന്ന് അഭിപ്രായം. ഓക്കെ. അല്ല, സ്വാമിയോടാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിനു മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം ഈ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂരിൽ ഒരു വലിയ മാറ്റം സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായി. ആ തീരുമാനം എങ്ങനെ എടുത്തതെന്ന് സ്വാമിക്കൊന്ന് അറിയാമോ? അത് ഞങ്ങളൊക്കെയും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവഹിതം വെച്ച് പരിശോധിച്ച് തന്നെയാണ് ആ തീരുമാനം വന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ മൈനറാണോ മേജറാണോ എന്നുള്ള ചോദ്യം വരെ ചോദിച്ച ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ മൈനറിൻ്റെ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിന് ആരോടും ചോദിക്കേണ്ട എന്നുള്ള ചങ്കൂറ്റമുണ്ട്. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മളായിട്ടില്ല. പിന്നെ സത്യം മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും ഒരു വാക്കായാലും, പ്രത്യേകിച്ച് സന്യാസിമാരെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. അത് ശരിയാണ്. ആ നിലപാടുകൾ പറയാൻ ഞങ്ങൾ വേദികൾ കണ്ടെത്തുന്നുണ്ടാവും. ഇപ്പം ഞാനും ഇവിടെ അത്യാവശ്യം നല്ല നിലപാടുള്ള ആളാണ്. എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? എങ്ങനെയാണ് ആ ദൈവഹിതം ഞങ്ങളെല്ലാം അറിയുകയും ഇത്രയും പ്രധാനപ്പെട്ട, അതായത് അടിസ്ഥാനപരമായിട്ട് ഏകാദശി ദിവസം ചെയ്യേണ്ട ഒരു സംഗതിയെക്കുറിച്ച് ദൈവഹിതം രഹസ്യമായിട്ട് നടത്തേണ്ടി വന്നു എന്നുള്ളത്? ഓക്കെ സ്വാമി, മറുപടി. രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണോ ഇതൊക്കെ സ്വാമി? ഇതൊക്കെ എല്ലാവരെയും അറിയിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഗുരുവായൂരിലുള്ള ഭക്തജനങ്ങളെയെങ്കിലും അറിയിക്കേണ്ടതല്ലേ? അല്ലേ മര്യാദ? ഇതില് ഞാൻ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സഹോദരി പറഞ്ഞൊരു കാര്യത്തിൽ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ലേഖനം എഴുതിയിട്ടുള്ളതാണ്. ഇവരെ അത് ശ്രദ്ധിക്കാത്തത് എൻ്റെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമല്ല. അപ്പോൾ അത് പോട്ടെ. പിന്നെ ഈ പ്രശ്നം ദേവഹിതം വെച്ചു എന്നുള്ളത്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. കൂറ്റനാട് രാവുണ്ണി പണിക്കർ എന്ന് പറയുന്ന ജ്യോതിഷി, ചോദ്യമല്ല, ആ ദൈവഹിതം ഞങ്ങളെല്ലാവരും അറിഞ്ഞു. ഞങ്ങളുടെ അറിവോട് കൂടിയാണ് ആ ദൈവഹിതം പരിശോധിച്ചതും ഞങ്ങളുടെയൊക്കെ അറിവോട് കൂടി തന്നെയാണ് അത് നടന്നത്. എന്തുകൊണ്ട് ഇത് രഹസ്യമായിട്ട് നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഈ നാട്ടുകാരാ, ഞങ്ങൾക്കെല്ലാം അറിയാം ഭഗവാന്റെ കാര്യം. അതെ അതെ, അല്ല അതന്നെയാണ് ചോദ്യം. അതിന് തന്നെ ഞാൻ ഉത്തരം പറയാം. എന്തായാലും ദേവഹിതം വെച്ച് ദേവഹിതം ഇങ്ങനെയാണ്, കുഴപ്പമില്ല എന്നുള്ള കാര്യം കൂറ്റനാട് രാവുണ്ണി പണിക്കർ നുണ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി കൂട്ടുനിന്ന് ദേവഹിതത്തെയും ഗുരുവായൂരമ്പലത്തെയും നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ല സ്വാമി, പക്ഷേ ഇതിലൊക്കെ എന്തിനാണ് ഒരു നിഗൂഢമായിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യാത്മകമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം? എന്താ? അറിയിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അത് നിങ്ങൾ ദേവസ്വത്തോട് ചോദിച്ചോളൂ. നിങ്ങൾ നാട്ടുകാരല്ലേ, ചോദിച്ചോളൂ. അല്ല, അറിയിക്കേണ്ടതല്ലേ? അല്ല, അത് നിങ്ങൾ ചോദിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അല്ല, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാ? സ്വാമി ഇപ്പൊ ഗുരുവായൂരിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാമി അറിയാതെ ഇങ്ങനെ നടന്നു, സ്വാമിക്ക് വിഷമം തോന്നില്ലേ? ഞാൻ ചോദിക്കും, ദേവസ്വത്തോട് ചോദിക്കും. ദേവസ്വത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരെ അറിയിക്കാതെ ഗുരുവായൂരിലുള്ള ഭക്തജനങ്ങളുടെ, ഗുരുവായൂരിൽ താമസിക്കുന്ന ഗുരുവായൂർ നിവാസികളുടെ വികാരം മാനിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വടകുറുമ്പ ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെയാ, തിരൂര് എന്നും തൊഴുന്ന ദേവിയാണ്. അപ്പോൾ അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഒരു ദിവസം ഞാൻ അതിലെ നടക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ കമ്പി കെട്ടിയിട്ടിട്ട് ഇതിലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും പോണ വഴിയാണ്. അതെന്താ ചോദിച്ചാൽ, വല്ല ഇവിടെ ഇങ്ങനെ ഈ ടൈൽസ് വിരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് സംഭാവനയ്ക്ക് വരും, സ്വാമി നമ്മുടെ അമ്പലത്തിൽ ഇതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയാണ്, അവിടെ കല്ലിട്ട സംഭവം എന്നോട് ആലോചിച്ചില്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്നോടൊക്കെ എല്ലാ കല്ലിടുന്നത് പോലെയല്ല, നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു പോരുന്ന ഒരു സംഭവം. അതും കല്ലിടുന്നത് പോലെ അങ്ങനെ താരതമ്യം ഞാൻ പറയണത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിച്ചു. നിങ്ങളെ ആങ്കർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അല്ല, സ്വാമി താരതമ്യം ചെയ്തത് മോശമായിപ്പോയി. അല്ല, അത് കല്ലിടുന്നതിനെയും അതുപോലെ പിന്നെ ഏകാദശി ഉദയാസമന പൂജ മാറ്റിവെക്കുന്നതിന് ഒരേ തട്ടിലാണോ? ഇത് പറഞ്ഞു കഴിയട്ടെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇവിടെയുള്ള ഓരോ സംഘടനകളോടും കൂടി ആലോചിച്ചിട്ട് വേണം, വാര്യർ സമാജത്തോട്, നമ്പൂരി സമാജത്തോട്, ഹിന്ദു ഐക്യവേദിയോട്, അതായത് ക്ഷേത്ര സംരക്ഷണ സമിതിയോട്, അതുപോലെ നാരായണീയം സമിതിയോട്, ഭജന സമിതിയോട്, അതുപോലെ നായർ സമിതിയോട്. 2 നായർ സമിതിയുണ്ട്. ഇവിടെയാണ് ഒരു നായർ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരോടൊക്കെ ചോദിക്കണം എന്നാണോ?
അല്ല അങ്ങനെയല്ല, മൈക്കൊന്ന് കൊടുത്തേ, മൈക്ക് കൊടുത്തേ. ജനങ്ങൾ അറിഞ്ഞാൽ മതി, ഭക്തന്മാർ അറിഞ്ഞാൽ അതെ മതി. അതെ, സംഘടനകൾ മാത്രമല്ല, ഭക്തന്മാർ അറിയണ്ടേ? ഭക്തന്മാർ അറിയണ്ടേ? അല്ല, സംഘടനകളിലുള്ള ഭക്തന്മാരല്ലേ? സംഘടനകളെ അറിയിച്ചാൽ നല്ലത്, നല്ലത്. ഭക്തന്മാർ അറിഞ്ഞാൽ മതി. ആ. ഓരോ സംഘടനകളിൽ പേരെടുത്തിട്ട് ഇങ്ങനെ അത് പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളത് പറയാൻ അധികാരം എനിക്കില്ല. കാരണം ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി അല്ല. എന്തുകൊണ്ടാണ് പ്രായോഗികം അല്ലാത്തത്?